ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അർച്ചി യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഞാനും അമ്പാടിയും കണ്ണച്ചേട്ടനും ഉണ്ട്. അമ്മ വരണമെന്ന് പറഞ്ഞിട്ട് രാവിലെ അപ്പോൾ അമ്മയ്ക്ക് വേറെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ വന്നില്ല. അപ്പോൾ ഞങ്ങൾ നാലുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാത്ത എന്താ, വീഡിയോസ് ഒന്നും കാണാറില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. വീഡിയോസ് ഒന്നും ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല, രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് വൈകുന്നേരമാണ് വീടെത്തുന്നത്. ഞാനായാലും ചേട്ടനായാലും പിള്ളേരായാലും വൈകുന്നേരം കാണത്തുള്ളൂ. ഷോർട്ട് വീഡിയോസ് പോലും അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. പോകുന്നത് കാട്ടിൽ മേക്കതിൽ, കൊല്ലം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 82 അല്ലേ, 82 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഉണ്ണി എന്തുകൊണ്ട് വീഡിയോ കാണിക്കുന്നില്ല ഒന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ണി വേറെ ഒന്നും കൊണ്ടല്ല, ഉണ്ണിക്ക് വീഡിയോസിലൊക്കെ വരാൻ ഇഷ്ടമില്ല, അവന് വലിയ താല്പര്യക്കുറവാണ്. ചിലപ്പോഴൊക്കെ നിർബന്ധിച്ചാൽ മാത്രമാണ് അവൻ വീഡിയോസിലൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് അവനെ കാണിക്കാത്തല്ല, അവൻ വരാത്തതാണ്. പിന്നെ എന്താ, അവനെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫോണും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഫോൺ കൊടുക്കുന്നില്ല, വീഡിയോസ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഫോൺ കൊടുക്കാത്തതുകൊണ്ടുള്ള മുഖഭാവമാണ് അതിരിക്കുന്നത്. രാവിലെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ നല്ല മഴയും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലോട്ട് 3ാമത്തെ തവണയാണ് ഇത് പോകുന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ 7 തവണയെങ്കിലും ആ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. ഞങ്ങളത് 3ാമത്തെ തവണയാണ് പോകുന്നത്. അമ്പാടിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നുണ്ട് നമുക്ക് അവിടെ പോകണം, അതിന് മണി കെട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്കുണ്ട്, പിന്നെ വയ്യായികയും ജോലിക്കൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ നീട്ടി ഇത്രയും ദിവസമായിരുന്നു. ഇപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. അമ്പാടി ഇപ്പം സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് റോഡ് ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറേ വൈകിയാണ് വന്നത്. നിർത്തിയാണ് വണ്ടി വന്നത് തന്നെ. പിന്നെ ഉണ്ണിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുന്നു. എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കാണുകയാണെങ്കിൽ അവന് ഫുഡ് മേടിച്ച് കൊടുത്തിട്ട് വേണം ഇനി മുന്നോട്ട് പോയി, ഇല്ലാതെ അവൻ ഒരു നിമിഷം പോലും വണ്ടി ഇരിക്കത്തില്ല, കാരണം അത്രയ്ക്ക് ഒരു വിശപ്പുണ്ട്. അമ്പത് കട്ട് ചെയ്താകുമ്പോൾ ബ്രെഡിൽ നിൽക്കും. ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു, നല്ല ആഹാരമായിരുന്നു. ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഞങ്ങൾ ഇടിയപ്പവും കടലക്കറിയാണ് മേടിച്ചത്. പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ടല്ലേ ഏട്ടാ? ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? അങ്ങനെ വണ്ടി ഞങ്ങളൊരു സൈഡിൽ ഒതുക്കിയിട്ട് അമ്പലത്തിലോട്ട് കടക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ക്യൂ നിന്ന് വേണം ക്ഷേത്രത്തിനകത്ത് കയറാൻ. അപ്പോൾ ഒരു 2 സൈഡിലായിട്ടാണ് ക്യൂ നിർത്തിയിരുന്നത്. എന്നെ നല്ല തിരക്കും കാര്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. കുറേ നേരം നിന്നാണ് ക്ഷേത്രത്തിനകത്ത് വരെ കയറാൻ പറ്റിയത്. ആ കാണുന്നതാണ് മണി കെട്ടുന്ന ആൽമരം. അതിന് 7 പ്രാവശ്യം വലം വെച്ചിട്ട് 7ാമത്തെ തവണയാണ് മണി കെട്ടുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്.
ക്ഷേത്രത്തിന് പുറകിലായിട്ട് തന്നെ നമുക്ക് കടൽ കാണാം. അപ്പോൾ നമ്മൾ കടലിലോട്ട് പോവുകയാണ്. അതിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നോ ഉണ്ണി വലുതായിട്ട് ഒന്ന് വേണമെന്ന് പറഞ്ഞ് നിർബന്ധമൊന്നും കാണിച്ചില്ല. നല്ല കുട്ടിയായിരുന്നു. പിന്നെ കുതിരയെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ ആദ്യമായിട്ടാണ് കുതിരയെ ഇത്രയും അടുത്ത് കാണുന്നത്. അപ്പം മക്കളും ഒത്ത് കടലിൽ പോയി കുറച്ച് നേരം കളിച്ചിട്ട് തിരിച്ച് അമ്പലത്തിലോട്ട് പോയപ്പോൾ അവിടെ അന്നദാനപ്പുരയിൽ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു. കഞ്ഞിയും പയറ് നാരങ്ങ അച്ചാറ്. അപ്പം ഞങ്ങളും കഞ്ഞി കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങിയാണ്. ഇപ്പം ഏകദേശം 11:30 മണി കഴിഞ്ഞു. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 500 സബ്സ്ക്രൈബർ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. ഉണ്ണി ബായ് പറ. താങ്ക് യു.